എന്താലേ ഈ ഒരു വാർത്ത കണ്ടിട്ടുണ്ടേ നിങ്ങൾ? ഇത് കണ്ടപ്പം ഭയങ്കര സങ്കടം തോന്നിട്ടോ. ഇത് കണ്ടപ്പോ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാവില്ല തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും. തള്ളക്കോഴി 10ഉം 12ഒക്കെ മുട്ട വെച്ച് വിരിച്ചിട്ട് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇറക്കും. പരുന്തും കാക്കയൊന്നും പിടിക്കാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് കുഞ്ഞുങ്ങളെ നോക്കും. എന്നാലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോ ചില കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ട് ഞാൻ തീറ്റെടുക്കാനൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കുറച്ചപ്പുറത്തേക്ക് പോയിട്ട് തീറ്റെടുക്കും. ഈ പ്രവൃത്തി നിരന്തരം വീക്ഷിച്ചുകൊണ്ട് മുകളിൽ കാക്കും പരുന്തൊക്കെ കാത്തു നിൽക്കുന്നുണ്ടാവും ഒരു അവസരം കിട്ടാൻ വേണ്ടിട്ട്. അങ്ങനെ അവസരം ഒത്തു വന്നു കഴിഞ്ഞാൽ ഈ തെറിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളെ റാഞ്ചിട്ട് പരുന്തോ കാക്കെ പോകും. തള്ളക്കോഴിയെ അപേക്ഷിച്ചിട്ട് പരുന്തിനും കാക്കയ്ക്കും ഒരുപാട് കഴിവുകളുണ്ട്. കാരണം തള്ളക്കോഴി എത്ര പറന്നാലും ആ പരുന്തിനും കാക്കന്റെ നിന്ന് എടുത്തെത്തൂല. അത്രക്കുള്ള കഴിവ് തള്ളക്കോഴിക്കില്ല. അതുകൊണ്ടാണ് തള്ളക്കോഴി എപ്പോഴും കുഞ്ഞുങ്ങളോട് പറയുന്നത്, ഞാൻ എടുത്തു തരുന്ന ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി, നിങ്ങൾ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോരുത്, എന്റെ ചിറകിന്റെ അടിയിൽ തന്നെ എപ്പോഴും അഭയം പ്രാപിക്കണം എന്നൊക്കെ തള്ളക്കോഴി നിരന്തരം കോഴിക്കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് അതുകൊണ്ടാണ്. ചില കുട്ടികൾ തള്ളക്കോഴി പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കും. അങ്ങനത്തെ കുട്ടികളാണ് വലിയ കോഴികളായിട്ട് പിൽക്കാലത്ത് മാറുന്നത്, അല്ലെ? അതേ ഒരു അവസ്ഥയാണ് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. രക്ഷിതാക്കളോട് പിണങ്ങി ഈ മാസം 20-നാണ് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ 16-കാരി വീട് വിട്ട് ഇറങ്ങിയത്. 21-ന് അർദ്ധരാത്രി പെൺകുട്ടി എത്തിപ്പെട്ടത് ഈ കോഴിക്കോട് ബീച്ചിൽ. അവിടെ വെച്ച് മയക്കുമരുന്ന് സംഘത്തിന്റെ കെണിയിൽപ്പെട്ടു. അവർ അവളെ കൊണ്ടുപോയത് കോഴിക്കോട് ഒരു ഫ്ളാറ്റിലേക്കാണ്. അവിടെ വെച്ച് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് പെൺകുട്ടി ഇരയായി. കുറ്റകൃത്യം ചെയ്യുന്നവർ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് നമ്മൾ ക്ലാസ് എടുത്തു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കുറ്റവാളികൾക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടാത്തോടത്തോളം കാലം സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ അധികരിച്ചുകൊണ്ടേയിരിക്കും. ഒരു മാതൃകാപരമായ ശിക്ഷ, ഇതാണ്, ഇത് ചെയ്താൽ ഇന്നതാവും ശിക്ഷ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിയാത്തോടത്തോളം കാലം ഇങ്ങനെയൊക്കെ തന്നെ ആവും. കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ അധികരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പഠിക്കുക, കുറ്റകൃത്യങ്ങളിലേക്ക് ചെന്ന് എത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇത്തിജാതി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാന്നല്ലാതെ ഇതിന് വേറെ പരിഹാരം മാർഗമില്ല. ഒന്ന് നോക്കിങ്ങള്, 10-16 കൊല്ലം പൊന്നുപോലെ വളർത്തിയ ഒരു മോള് സ്വന്തം മാതാപിതാക്കളോട് വഴക്കിട്ട് നാട് വിട്ടിട്ട് പോവാണ്. എന്നിട്ട് ചെന്നെത്തുന്നത് അർദ്ധരാത്രി കോഴിക്കോട് കടപ്പുറത്ത്. ഈ പെൺകുട്ടി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് കുറച്ച് ആളുകൾ ആ പെൺകുട്ടിയെ സമീപിക്കുകയാണ്. നെല്ലും പതിരും തിരിച്ചറിയാൻ കഴിയാത്ത ഈ പെൺകുട്ടി ആ ആളുകളോട് കുറച്ച് ഭക്ഷണം കഴിക്കാനുള്ള പൈസ തരുമെന്ന് ചോദിക്കുകയാണ്. ആ ആളുകൾ അവളോട് പറയാണ്, നിനക്ക് നല്ല ഭക്ഷണവും താമസിക്കാനുള്ള നല്ല സൗകര്യം ഞങ്ങൾ ഒരുക്കി തരാം, ഞങ്ങളെ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അവരെ കൂടെ പോവാണ്. ഒരു ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് ആ കുട്ടിയെ ഇതേ സ്ഥലത്ത് ഉപേക്ഷിക്കുകയും കുറച്ച് പണം നൽകുകയും ചെയ്യാണ്. നോക്കണം എവിടെ എത്തിപ്പോയി നമ്മളെ സമൂഹം. ഇതൊക്കെ നമ്മൾ ടിവിയിൽ സിനിമയിലൊക്കെ കാണലുണ്ട്. ഞാനിത് ആദ്യമായിട്ടോ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നത് കാണുന്നത്. വല്ലാത്തൊരു കഥ തന്നെ. പുന്നാര പെങ്ങന്മാരെ നിങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നിങ്ങൾ കുറെ പുരോഗതിയിലെത്തിയിട്ടുണ്ട്, അതായിട്ടുണ്ട്, ഇതായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെ അവസ്ഥ ആണ് നിങ്ങൾക്ക്. ആ കോഴിക്കുഞ്ഞ് തള്ളക്കോഴിയിൽ നിന്നും വിട്ടു നിൽക്കാൻ എന്താണോ ആ കോഴിക്കുഞ്ഞിനെ പ്രേരിപ്പിച്ചത്, അതേപോലെ തന്നെ നിങ്ങളെ മാതാപിതാക്കളിൽ നിന്ന് വേർപ്പെടുത്താൻ വേണ്ടിയിട്ട് പല ആളുകളും പല വേഷങ്ങളിലായിട്ട് ബെസ്റ്റ് അത് ഇതിനൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ വഴി തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ കോഴിക്കുഞ്ഞ് ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധ കൊണ്ടാണ് ആ അപകടത്തിൽ എത്തിച്ചേർന്നത്. ഈ കുട്ടി ആ ഒരൊറ്റ നിമിഷത്തെ തീരുമാനം കൊണ്ടാണ് ഇത്രയും വലിയ അപകടം ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. നോക്കിങ്ങള്, എത്ര കണ്ടാലും കേട്ടാലും കൊണ്ടാലും പഠിക്കാത്തൊരു വർഗമായിട്ട് മാറില്ല. ആരോട് പറയാനാണ് ഇതൊക്കെ?